ബിഗ് ബോസിന്റെ കാത്തിരിപ്പ് അവസാനിക്കാറായി. സാധാരണ തന്നെ മെയ് മാസങ്ങളിലൊക്കെ തുടങ്ങുന്ന ബിഗ് ബോസ് ഇപ്പോൾ ജൂലൈ ആയിട്ടും തുടങ്ങാത്തതിന്റെ പേരിൽ എല്ലാവർക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 18-ാം തീയതി മുതൽ തന്നെ ഉടൻ സംപ്രേഷണം ആരംഭിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ജൂലൈ മാസം ആയപ്പോൾ പോലും ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ അടുത്തേക്ക് ബിഗ് ബോസിന്റെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ലായിരുന്നു. എന്നിട്ടും പ്രേക്ഷകരെല്ലാവരും അതിന് കാത്തിരിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 15-ാം തീയതി മുതൽ തന്നെ ബിഗ് ബോസ് സംപ്രേഷണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി അറിയാൻ സാധിക്കുന്നത്. ഇത്തവണ ഒരുപാട് വെറൈറ്റി അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനിടയിൽ തന്നെ മോഹൻലാലിന്റെ കൂടെ തന്നെ ചില സമയം ബിഗ് ബോസ് അവതരിപ്പിക്കാൻ ഒരു താരം കൂടി എത്തും എന്നാണ് സ്പെഷ്യൽ എൻട്രി ആയി പറയുന്നത്. മമ്മൂട്ടി ആയിരിക്കുമോ എന്ന് ചോദിച്ച് പലരും എത്തുമ്പോൾ അത് മമ്മൂട്ടി ആയിരിക്കില്ല എന്നും മറ്റേതെങ്കിലും താരമായിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പലരുടെയും പേര് അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ മോഹൻലാലിനോടൊപ്പം തന്നെയാണ് ഒരു അവതാരകൻ കൂടി എത്തുന്നത് എന്നറിയാൻ സാധിക്കുന്നു. ഇത്തവണയും മോഹൻലാലിന് ബിഗ് ബോസ് വേണമോ വേണ്ടയോ എന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എല്ലാ എപ്പിസോഡുകളിലും അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഭാഷകളിലും എത്തുന്ന ഈ ഒരു ഷോയിൽ പലപ്പോഴായി തന്നെ ആങ്കറുകൾ മാറിയിട്ടുമുണ്ട്. അത് പലയിടത്തും മാറി പല താരങ്ങൾ അവിടെ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകാമെന്ന് പ്രേക്ഷകർ കരുതുകയും ചെയ്യുന്നു. എന്തു തന്നെയായാലും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമാകാൻ ബിഗ് ബോസ് ചരിത്രം വീണ്ടും എത്തുകയാണ്. ബിഗ് ബോസിന്റെ ഒരു വലിയ നഷ്ടം തന്നെയാണ് ഈ ഒരു ലേറ്റ് കമ്മിങ്. ശരിക്കും മെയ്യിൽ തുടങ്ങേണ്ട സീസൺ ഇപ്പോഴാണ് തുടങ്ങുന്നത്. എന്നാൽ മറ്റ് ഭാഷകളിലെല്ലാം നേരത്തെ തുടങ്ങിയും കഴിഞ്ഞു. മലയാളത്തിലാണ് ഇത്രയും അധികം ദിവസം താമസിച്ചത്. 18 ദിവസം മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളൂ. അപ്പോഴേക്കും ബിഗ് ബോസ് എത്തും. ഇന്ത്യയിലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഷോ തന്നെയാണ്. മലയാളികൾക്ക് തന്നെ വളരെയധികം ഇഷ്ടമുള്ളൊരു ഷോയാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ട്രോൾ ചെയ്യാലും ശരിക്കും പ്രേക്ഷകർ ഇതിലെ ഓരോ എപ്പിസോഡുകളും വരാൻ കാത്തിരിക്കും. വീട്ടിൽ 24 മണിക്കൂറും ലൈവ് കാണുന്നവർ പോലും ഉണ്ട് എന്ന് പറയുന്നതാണ് സത്യം. ഹോട്ട്സ്റ്റാറിൽ തന്നെ നമുക്കിതിൻ്റെ ലൈവ് കാണാൻ സാധിക്കുന്നുള്ളതുകൊണ്ട് വീട്ടിലുള്ളവർ പോലും പലപ്പോഴും വീട്ടിലെ വയസ്സായവരും ഇതിനെ ഇപ്പോൾ കണ്ടിരിക്കുകയാണ് എന്ന് പറയാം. അങ്ങനെയാണ് ഇതിൻ്റെ ലൈവ് സ്ട്രീമിംഗ് തന്നെ പോകുന്നത്. സാധാരണ വരുന്ന എപ്പിസോഡുകൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന വാർത്തയായി ഇത് മാറുന്നുണ്ട്. ബിഗ് ബോസിന്റെ ചരിത്രം തന്നെ കുറിക്കാൻ പോവുകയാണ് എല്ലാവരും. വളരെയധികം തന്നെ ചർച്ച ചെയ്യുന്ന വാർത്തയായി ഇത് മാറുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെയധികം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസിന്റെ ചരിത്രം തന്നെയാണ്. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ഇനി 18 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. മോഹൻലാൽ ഇത്തവണ ഒരു താരത്തിനെയും കൂടി കൂട്ടുമെന്നതും ബിഗ് ബോസിന്റെ ഒരു ചരിത്രം തന്നെയായി മാറും. ഇത്തവണത്തെ ബിഗ് ബോസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. പഴയതുപോലെ ഒന്നും തന്നെ നടക്കില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. പഴയതൊക്കെ തന്നെയും പലർക്കും വിമർശിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കിയ സീസണുകളായിരുന്നു. എന്നാൽ ഈ വർഷത്തെ സീസൺ നടക്കാൻ പോകുന്നത് വളരെയധികം വ്യത്യാസമായിരിക്കുമെന്നും 8ാമത്തെ സീസണെ കുറിച്ചുമുള്ള വാർത്തകളുമാണ് പുറത്തു വരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.